മസിനഗുഡി വഴി ഊട്ടിക്ക് കുറേ കാലത്തെ ആഗ്രഹത്തിന് ശേഷം നമ്മൾ ആ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇറങ്ങുകയാണ്. രാവിലെ 9 മണിക്കാണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പ് കയറിയിട്ട് എണ്ണയൊക്കെ അടിച്ച് ഫുൾ സെറ്റായി എയറൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ വണ്ടി കയറിയിരുന്ന് ഞാനും എൻ്റെ വൈഫും പിന്നെ എൻ്റെ ഫ്രണ്ടും അവൻ്റെ വൈഫും കൂടെയായിരുന്നു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ടൂറ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഏകദേശം നിലമ്പൂർ തേക്കുംകാടൊക്കെ എത്തി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു മഴ പെയ്യാനുള്ള മൂഡിൽ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ടൈപ്പിലുള്ള ക്ലൈമറ്റായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ. വെയിലില്ല, മഴയില്ല, പക്ഷെ ഒരു എന്താ പറയുക, ഒരു മൂടി നിൽക്കുന്ന ക്ലൈമറ്റായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് നല്ലൊരു വൈബ് തരുന്നൊരു ക്ലൈമറ്റിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ തേക്കുംകാടൊക്കെ അത്യാവശ്യം തിരക്കുണ്ട്. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് തന്നെ വലിയ റഷ് ഇല്ലാത്ത റോഡായിരുന്നു. വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത്രയ്ക്ക് വലിയ റഷില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു ഇതിൽ നമ്മൾ ആ വീഡിയോ ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ ആ ഒരു സെറ്റായിട്ട് ഇങ്ങനെ വൈബ് അടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ നാടുകാണി ചുരത്തിലേക്കാണ് കയറുന്നത്. അടുത്തത് നമ്മൾ നാടുകാണി വഴിയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ നാടുകാണി ചുരം ഇങ്ങനെ അത്യാവശ്യം റഷൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെ തന്നെയാണ് പോയത്. എന്ന് വെച്ചാൽ ചുരം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓവറായിട്ട് വണ്ടി സ്പീഡിൽ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് തലകറക്കം കാര്യങ്ങളൊക്കെ വരെ ഛർദി വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പതുക്കെ തന്നെയാണ് പോയത് കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് റോഡ് കാര്യങ്ങളൊക്കെയാണ്, വലിയ റഷ് വണ്ടികളൊന്നുമില്ല. നമ്മൾ ആ ഒരു ക്ലൈമറ്റും അത്യാവശ്യം നല്ല ഒരു കൂൾ ക്ലൈമറ്റ് ആയിരുന്നു. മഴയും ഇല്ല വെയിലും ഇല്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഒരു അന്തരീക്ഷം സെറ്റായിട്ട് കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റി. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഓരോന്നിങ്ങനെ ആ ഒരു എന്താ പറയുക, അത്യാവശ്യം കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആ ഒരു ബന്ദിപ്പൂർ റോഡിലേക്കാണ് കയറിയത് കേട്ടോ. മസനഗുഡി റോഡിലേക്ക് കയറുന്നതിന് മുന്നേ ബന്ദിപ്പൂർ റോഡാണ് നമ്മളെ മൈസൂർ റോഡ്. ആ റോഡിലേക്ക് കയറിയിട്ട് വേണം അവിടുന്ന് നമ്മൾ മസനഗുഡി റൂട്ടിലേക്ക് കയറാൻ. അങ്ങനെ ബന്ദിപ്പൂർ പോകുമ്പം തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഈ കാട്ടുമൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആന, മാന്, കാട്ടുപോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. രാവിലെ പോയാൽ കാണില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ആ ഒരു ടൈമിന് ഇറങ്ങിയത് കേട്ടോ. പിന്നെ രാവിലെ ഇറങ്ങിയാൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് നീറ്റായിട്ട് വലിയ സ്പീഡിലൊന്നും പോവാതെ നമുക്ക് പതുക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോകാമെന്നുള്ളൊരു ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ അത്രയും എന്താ പറയുക ഒരു നേരം ഒരു 9 മണിക്ക് ഇറങ്ങിയത്. പിന്നെ ഈ റോഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് റോഡാട്ടോ ബന്ദിപ്പൂർ റൂട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അമ്പുകളൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ വന്യജീവികൾ ഉണ്ടാകൊണ്ട് തന്നെ ഓവർ സ്പീഡ് പാടില്ല എന്നുള്ളൊരു ഇതുകൊണ്ടായിരിക്കാം അമ്പുകളൊക്കെ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല നീറ്റായിട്ട് നല്ല കാട് ഇങ്ങനെ ആസ്വദിച്ച് പോകാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ആസ്വദിക്കാണ്ട് കേട്ടോ കാട്. നല്ല നല്ല അടിപൊളി ഒരു വൈബാണ് ഈ ഒരു ബന്ദിപ്പൂർ റോഡ് എന്ന് പറയുന്നത് കേട്ടോ. അതും മസനഗുഡി എത്തുന്നവരെ ഒരു വേറെ തന്നെ ലെവലാണ്. അവിടുന്ന് ബന്ദിപ്പൂർ റൂട്ട് നേരെ മൈസൂരേക്കും നല്ല അടിപൊളി റൂട്ട് തന്നെയാണ്. അതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട റോഡാണ്. നമ്മൾ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ ആ ഒരു ട്രിപ്പ് പോകുന്നുള്ളൊരു പ്ലാനും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് ഇവിടുന്ന് തീരുമാനിച്ചത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ബന്ദിപ്പൂർ റോഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ആ ഓവർ റഷ് വണ്ടിയൊന്നും ഇല്ലെങ്കിൽ പോലും ഫുൾ കാറുകളൊക്കെയാണ്. കാരണം വെച്ചാൽ മസനഗുഡി വഴി വലിയ ഹെവി വൈസികളൊന്നും കയറ്റി വിടത്തില്ല. ബൈക്ക് പിന്നെ കാറും പിന്നെ ചെറിയ ഇത് വണ്ടി മാത്രം, വലിയ ട്രാവലർ കാര്യങ്ങളൊന്നും അങ്ങോട്ട് കയറ്റി വിടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ മൈസൂർ പോകുന്ന വണ്ടികളായിരിക്കും, വലിയ വണ്ടികളൊക്കെ. മൈസൂർ റൂട്ട് ആയതുകൊണ്ട് തന്നെ ആ ഒരു ബന്ദിപ്പൂർ റോഡിൽ വലിയ വണ്ടികളൊക്കെ പോകും കേട്ടോ. മസനഗുഡി റൂട്ടിലേക്ക് മാത്രമേ വണ്ടി ഇല്ലാത്തതുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം റണ്ണിങ് കാര്യങ്ങളുണ്ട്. നമ്മളെ ഊട്ടിക്ക് നമ്മളെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 200-210 കിലോമീറ്ററോളം ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു മസനഗുഡി വഴി പോവുകയാണെന്ന് വെച്ചാൽ കുറച്ചൊരു ലോങ് ആണ്, ചുറ്റി വളഞ്ഞ് പോകണം. നമ്മൾ നോർമലി നേരെ ഡയറക്റ്റ് കയറുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു 150 കിലോമീറ്ററോളം ഉള്ളൂ കേട്ടോ. പക്ഷെ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസനഗുഡി വഴി എന്തായാലും പോകണം എന്നുള്ള പ്ലാൻ ചെയ്തത്. അത് നമുക്ക് നല്ലൊരു വൈബും തന്നിട്ടോ. അത്യാവശ്യം നല്ല വൈബ് തന്നെയാണ് ആ ഒരു ട്രിപ്പ് നമ്മൾ എൻജോയ് ചെയ്ത് പോയത്. പിന്നെ ഓവർ എന്താ പറയുക, നമുക്ക് ഡ്രൈവ് ചെയ്യണതിൽ വലിയ സീനൊന്നും വന്നില്ല. നല്ല രീതിക്ക് നമുക്ക് നല്ല നീറ്റായിട്ട് പോകാൻ പറ്റിയ നല്ല കിടിലൻ റോഡാണ്. റോഡിനെ പറ്റി പറയാച്ച അടിപൊളി റോഡാട്ടോ. കാടിന് നടുവിൽ ഇത്രയും വണ്ടി പോകുന്ന റോഡ് ഇത്ര നല്ല അടിപൊളിയാക്കി വെച്ചാലും ഭയങ്കരമായിട്ടൊരു ഇത് തന്നെയാണ്. പക്ഷെ നമ്മളെ നാട്ടിലൊന്നും സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ റോഡില്ല. ഒരു കുഴി പോലും ഇല്ലാത്ത നല്ല നീറ്റ് റോഡ്, അത്യാവശ്യം നല്ല നീറ്റ് റോഡ് തന്നെയാണ്. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ
എന്താ പറയുക, ഇപ്പോഴാണൊന്ന് സെറ്റായി വരുന്നത്. പക്ഷേ ഈ ഒരു റോഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കാരണം നമ്മൾ പോകുന്നത് തന്നെ നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് ആനയെ കാണാൻ പറ്റി. നിങ്ങൾ കാണുന്നില്ല, പക്ഷെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റത്തെ ആന. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ സൈഡാക്കിയിട്ടാണ് നമ്മൾ കാണുന്നത്. വണ്ടി സൈഡാക്കരുതെന്നൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ചെറുതായിട്ടൊന്ന് വണ്ടി സൈഡാക്കിയിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു ഒറ്റയാൻ കൊമ്പനാനേനെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. നമ്മൾ റോട്ടിൽ നിന്ന് വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങിയില്ല, നമ്മൾ ഗ്ലാസ് താത്തിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാഴ്ച കൊണ്ട് നമ്മൾ കുറച്ച് നേരം നോക്കിയിരുന്നു. അപ്പോൾ ഇടയിലിടയിൽ എല്ലാവരും വണ്ടി ഇങ്ങനെ നിർത്തി നോക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കാറുകൾ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു സംഗതി കുറച്ച് നേരം നോക്കിയിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആനേനെ കാണുന്നുണ്ട്. അപ്പം വലിയ അലമ്പില്ലാതെ പുല്ലെന്തോ തിന്നുകൊണ്ടിരിക്കുകയാണ് ആന. നമ്മളതിങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നു. അത്യാവശ്യം എല്ലാവരും നല്ല അന്തം വിട്ട് നോക്കിയിരിക്കുന്ന പോലെ തന്നെയാണ് നോക്കിയത്. നമ്മൾ ഒരിക്കലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ച സംഗതിയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിക്ക് അവിടെ നോക്കിയിരുന്നു. പിന്നെ അവിടുന്ന് പിന്നെ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത്. ഒന്നും കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചെങ്കിലും എല്ലതും കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ റൂട്ട് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് നമ്മൾ 2 കുരങ്ങന്മാരുണ്ട് റോഡ് സൈഡിൽ ഇങ്ങനെ ഇരുന്ന് നമ്മളങ്ങനെ നോക്കുന്നു. നമ്മളെന്തെങ്കിലും ഇട്ട് കൊടുത്താൽ കഴിക്കാമെന്നുള്ള ലെവലിൽ നമ്മളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ അവരെ പണി അതേപോലെ തുടർന്നു. നമ്മളത് നോക്കി പിന്നെയും നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ഓടാനുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ വല്ലാതെ എവിടെയും അങ്ങനെ കണ്ട് ആൾട്ടടിക്കാൻ നിന്നില്ല. പിന്നെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല ഈ റൂട്ടിൽ. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഒരു 40, 45, 50 സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഓവർ സ്പീഡിൽ പോകാൻ പറ്റില്ല, കാരണം ഇടയിലിടയിൽ അമ്പുകളൊക്കെ ഉണ്ട്. റോഡ് നല്ല റോഡാണെങ്കിൽ പോലും വന്യജീവികളും ഈ കുരങ്ങന്മാരൊക്കെ റോട്ടിൽ മേൽ ഇങ്ങനെ കയറി നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെയാണ് പോണത്. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം റോഡ് സൈഡിൽ അത്യാവശ്യം ഈ സിംഹവാലക്കുരങ്ങുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ വണ്ടി ഒന്നും കൂടെ സൈഡാക്കി അതിങ്ങനെ അതാ മരത്തുമ്മിലും ആ വീടുമ്മിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ മരത്തിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ അത്യാവശ്യം വലിയൊരു സിംഹവാലനെ കണ്ടു. അങ്ങനെ താഴെ ഉണ്ട് 3-4 നിൽക്കുന്നു. അങ്ങനെ ആ ഒരു താഴെ നിൽക്കുന്ന സിംഹവാലക്കുരങ്ങനെ നമ്മളിങ്ങനെ നോക്കി അത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ അങ്ങനെ നമ്മൾ കാട്ടുപോത്തിനെ കണ്ടു കേട്ടോ. സൈഡിലൊരു കാട്ടുപോത്ത് ഇങ്ങനെ പുല്ല് നിന്നുണ്ട്. നമ്മളതും കണ്ടു. ഇതിങ്ങനെ കണ്ടു പോകുമ്പോഴാണ് നമ്മൾ സൈഡിൽ പെട്ടെന്നൊരു ആനക്കൂട്ടത്തിനെ കണ്ടത് കേട്ടോ. ആനക്കൂട്ടം എന്ന് പറഞ്ഞൊരു 4-5 എന്നല്ല, ഒരു 5-6 ആനകൾ നിന്ന് പുല്ല് കഴിക്കുകയാണെന്ന് തോന്നുന്നു, എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം പതുക്കെ ആൾട്ട് ചെയ്തിട്ടോ, കാരണം വണ്ടി നിർത്താൻ പാടില്ല. നമ്മളിങ്ങനെ പതുക്കെ സ്ലോലി വണ്ടി ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ എല്ലാവരും നമ്മളെ ബാക്കിലുള്ള കാറും ഇതേപോലെ തന്നെയാണ് പതുക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സംഗതി ഇങ്ങനെ നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ അവിടെ ഇവിടെ ആയിട്ടൊരു 5-10 ആനകൾ നിൽക്കുന്നുണ്ട് കൂട്ടായിട്ട്. അപ്പോൾ അവരിങ്ങനെ പുല്ല് നിന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് നല്ലൊരു കാഴ്ച കേട്ടോ. കാരണം വെച്ചാൽ നല്ല ആനക്കുട്ടി അടക്കമുള്ള കുറച്ചൊരു ഗ്യാങ് ടീമാണ്. അപ്പോൾ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ആ ഒരു കാട് നമ്മൾ ഇങ്ങനെയൊന്നും വിചാരിച്ചതും കൂടെ അല്ല. അങ്ങനെ നമ്മൾ കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഉണ്ട് ഒരു കൂട്ടം മാനുകൾ, ഒരു കൂട്ടം മാനുകൾ, അതും നല്ല കൊമ്പൊക്കെ ഉള്ള നല്ല കലമ്മാൻ ടൈപ്പുള്ള മാനുകളാട്ടോ, പുള്ളിമാനുകളൊക്കെ ഉള്ളത്. നമുക്ക് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ലെവലായിരുന്നു. നമ്മൾ വണ്ടിയൊക്കെ സൈഡാക്കി, കാരണം സൈഡാക്കാൻ പാടില്ലെങ്കിൽ നമ്മളൊക്കെ സൈഡാക്കി കണ്ട്. കാരണം നമ്മളിതൊന്നും നമ്മുടെ നാട്ടിൽ കാണാത്തതാണ്. നമ്മൾ ഈ റൂട്ടിന് പോകുമ്പോൾ മാത്രമേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. അതും രാവിലെ പോകുമ്പോൾ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലെന്നാണ് പോയ ആളുകളൊക്കെ പറയുന്നത്. പക്ഷെ നമുക്കെന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ ഈ ഒരു സംഗതി കാണാൻ പറ്റി. അത്രയ്ക്ക് എക്സ്പീരിയൻസാണ്, വേറെ ലെവലായിരുന്നു. നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഇങ്ങനെ പോയി ഇങ്ങനെ ആ റൂട്ടിൽ എത്തിക്കഴിഞ്ഞ് ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടി വരുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ ഫുൾ ടൈം അവിടെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക, എവിടെയെങ്കിലും എന്തെങ്കിലും കാണണം എന്നുള്ള ലെവലിൽ. അപ്പോൾ നമ്മളെ മുന്നിലുണ്ട് ഒരു ടീം ബൈക്കിന് പോകണം കേട്ടോ. നമ്മൾ ഈ റൂട്ടിൽ ബൈക്കിന് ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല, പക്ഷേ ഒരു ഫാമിലിയാണ്, അവരിതേപോലെ ആ ഒരു കാർഡ് എക്സ്പീരിയൻസ് ചെയ്താൽ വന്നതാണ്. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റ് തന്നെയായിരുന്നു കേട്ടോ. വെയിലില്ല, മഴയില്ല, നല്ല നീറ്റായിട്ട് നല്ലൊരു ക്ലൈമറ്റ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എന്താ പറയുക, ഒരു കൂൾ ക്ലൈമറ്റും. എന്നാൽ പോലും ഓവർ തണുപ്പല്ല, തണുപ്പ് എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു കൂളായിട്ടുള്ള ക്ലൈമറ്റ്, ചൂടില്ലാത്തൊരു ക്ലൈമറ്റ്. പിന്നെ നല്ല കാട് കേട്ടോ, നല്ല എന്താ പറയുക, ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റിയ കാട്. നമുക്കിങ്ങനെ ആസ്വദിച്ച് പതുക്കെ ഇങ്ങനെ കാറിൽ പോകാൻ പറ്റിയ ഒരു ഫീൽ ഗുഡ് തരുന്ന ഒരു അടിപൊളി ഫീലിംഗ് ഗുഡ് തരുന്ന ഒരു കിടിലൻ ഒരു കാട്, അടിപൊളിയായിരുന്നു. ഇങ്ങനെ ഇടയിലുള്ള അമ്പ് ഇങ്ങനെ ചവിട്ടി ചാടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഒരു എന്താ പറയുക, നമ്മൾ ഈ ഒരു കാട് സത്യം പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് മൈസൂർ റോഡ് ഇതിനേക്കാളും കുറച്ചുകൂടെ നമ്മൾ ഈ ഒരു റോഡ് പോകുന്നതിനേക്കാളും കൂടുതൽ അത്യാവശ്യം ഉണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു ആനേനെ കണ്ടിട്ടോ. ആന ഇങ്ങനെ പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് ലോങ് ആയിട്ടാണ് ഉള്ളത്, എന്നാലും ഒറ്റയ്ക്ക് ഓരോരോ കൊമ്പന്മാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അടുത്തത് ഈ മൈസൂർ റോഡിൽ നിന്ന് മസനഗുഡി റോഡിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ ആ റൂട്ടിലേക്ക് ഇങ്ങനെ കയറി. അങ്ങനെ നമ്മൾ ഇനി പോകുന്നത് മസനഗുഡി റൂട്ടിലേക്കാട്ടോ. അങ്ങനെ മസനഗുഡി റൂട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്ന ആ റോഡ്. മസനഗുഡി റോഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ചൊരു ലെങ്ത്ത് കുറഞ്ഞ റോഡാണ്. രണ്ട് വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോണതിൽ കുറച്ചൊരു എന്താ പറയുക, സ്പേസ് കുറവുള്ള നമ്മളെ സാധാരണ റോഡ് പോലത്തെ റോഡാണ്, വലിയ റോഡല്ല. അപ്പം ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ കുറച്ചൊന്ന് ഒതുക്കി കൊടുത്ത് വേണം പോകാൻ. പിന്നെ സൈഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം പൊളിഞ്ഞിട്ടുള്ള റോഡാണ് മസനഗുഡിയിൽ ചില റോഡൊക്കെ. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഒരു നല്ല കിഡിലും മയിലിനെ കണ്ടു. കിഡിലും മയിൽ വെച്ചാൽ നല്ല കിഡിലും മയിൽ, നല്ല പീലിയൊക്കെ ഉള്ള നല്ല കിഡിലും മയിൽ കേട്ടോ. മഴ പെയ്ത് അങ്ങനെ വിരിച്ച് നിർത്താന്നുള്ള ലെവലിൽ നിൽക്കുന്നുണ്ട് മൂപ്പരൊരു പാറപ്പുറത്ത്. നമ്മൾ കുറച്ച് നേരം അതിങ്ങനെ നോക്കിയിരുന്നു. മയിലിനെ പിന്നെ നമ്മൾ കാണാത്തല്ല, പക്ഷെ എന്നാലും ഈ റോഡിന് പോകുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ആണല്ലോ കാണുമ്പം. അങ്ങനെ നമ്മൾ വണ്ടി നിർത്തിയൊക്കെ അങ്ങനെ നോക്കി ഇങ്ങനെ നിന്നു. അങ്ങനെ ആ മയിലിങ്ങനെ അനങ്ങാതെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡെന്ന് പറയുന്നത് ചെറിയ റോഡാട്ടോ. അത്യാവശ്യം രണ്ട് വണ്ടിക്ക് ഇങ്ങനെ പോകാൻ പറ്റിയ ടൈപ്പുള്ള റോഡ്, അല്ലാതെ വലിയ മറ്റേ നമ്മൾ ഈ ഒരു ബന്ദിപ്പൂർ റോഡിൽ പോയ പോലത്തെ നല്ല വലിയ റോഡല്ല. ഇത് അത്യാവശ്യം ചെറിയ റോഡാണ്. കാരണം വെച്ചാൽ ഇതിൽ വൺ വേ അങ്ങോട്ട് മാത്രമേ ചെറിയ വണ്ടി വിടുന്നുള്ളൂ. പിന്നെ വരുന്ന വണ്ടി ആ നാട്ടിലുള്ള വണ്ടി അവിടെ ഇവിടെയൊക്കെയുള്ള ടീംസിൻ്റെ വണ്ടിയാണ്. അങ്ങനെ പിന്നെ എന്താ പറയുക, മസനഗുഡി അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് റിട്ടേൺ വരുന്ന ടീമാണ്, അല്ലാതെ ഊട്ടി പോയിട്ട് റിട്ടേൺ വരുന്ന ടീമല്ല. ഇതിൻ്റെ ഇടയിൽ നിന്ന് പോയിട്ട് അതേപോലെ ഇങ്ങോട്ട് റിട്ടേൺ വരുന്ന ടീമാണ്. ഊട്ടി പോയി കഴിഞ്ഞാൽ ആ റൂട്ടിൽ ഇങ്ങോട്ട് റിട്ടേൺ വിടില്ല വണ്ടി. അതാണ് മെയിൻ പ്രശ്നം. കാരണം ഊട്ടിയിൽ നിന്ന് ഈ ഒരു വഴി എക്സിറ്റ് ഇല്ല. ഊട്ടിയിൽ നിന്ന് ഇത് കൂടെ എന്തായാലും വിടൂല, മറ്റേ റൂട്ടിന് മാത്രമേ ഊട്ടിയിൽ നിന്ന് വിടുള്ളൂ. അങ്ങനെ നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ സൈഡാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡ് വേറെ വണ്ടിക്കൊക്കെ നമ്മളിങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ സൈഡാക്കി കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് വലിയ ധൃതിയില്ല, നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ നല്ല എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. വണ്ടിയിലിരുന്നിട്ട് ആർക്കും ബോറടി കാര്യങ്ങളില്ല. കാരണം വെച്ചാൽ നല്ല കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ ട്രിപ്പ് അങ്ങനെ ഒരു ബോറിംഗ് ആയിട്ട് ആർക്കും തോന്നിയില്ല. അത്രയും എൻജോയ്മെൻ്റ് ആയിട്ടാണ് എല്ലാവർക്കും തോന്നിയത്. ഈ റൂട്ടിൽ വന്നത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഞാനും വിചാരിച്ചില്ല എത്രത്തോളം നമുക്കൊരു വൈബായിട്ട് ഈ റൂട്ടിൽ ഉണ്ടാവുമെന്ന്. കാരണം വെച്ചാൽ ഞാൻ ഇതിൻ്റെ മുന്നേ ഊട്ടി പോയത് മറ്റേ റൂട്ടിലായിരുന്നു. അത് ഇങ്ങനെയും കൂടിയല്ല, അതൊരു പോക്ക് പോവുക, ഊട്ടി എത്തുക, ഊട്ടിയിൽ നിന്ന് റിട്ടേൺ പോരുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ത്രില്ലിംഗ് ആയി. ഇനി ഞാൻ ഊട്ടി പോകാൻ ഇത് കൂടെ തന്നെ പോകുള്ളൂ, അങ്ങനെ തീരുമാനിച്ചു ഞാൻ. അത്രയ്ക്ക് നല്ല കിടിലൻ റൂട്ടാട്ടോ. നമുക്കിങ്ങനെ ഒരു ടൂർ പോകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അവിടെ എത്തുന്നവരെ ആസ്വദിച്ച് പോകാൻ പറ്റണം. അതാണ് ആ ഒരു ടൂറിൻ്റെ വൈബ് എന്ന് പറയുന്നത്. ആ ഒരു വൈബിലാട്ടോ നമ്മൾ പോയത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം പിന്നെ മാനുകളെ കൊണ്ടൊരു കളി, അയ്യര് കളിയാണ്. അജാതി മാനുകളാണ്. നമ്മൾ പോകുന്നിടത്തൊക്കെ മാനുണ്ട്. മാന് വിട്ടൊരു കളിയില്ല. അതും വലിയ വലിയ മാനുകൾ, നല്ല കൊമ്പുള്ള ടൈപ്പ് മാനുകളൊക്കെ ഉണ്ട് കേട്ടോ. സാധാ മാനുകളും കൊമ്പില്ലാത്ത മാനുകളും ഉണ്ട്, കൊമ്പുള്ള കിടിലൻ മാനുകളും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ റോഡ് സൈഡിൽ തന്നെ നമ്മളെടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്ന ടൈപ്പ് കേട്ടോ. കാരണം വെച്ചാൽ പൊതുവേ ഈ വണ്ടി പോകുന്ന ടൈമിൽ മാനുകളൊന്നും ഉണ്ടാവില്ല, ലോങ് ആയിട്ട് വിട്ട് പോകുന്നതാണ് കേട്ടത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, മാനുകൾ നമ്മളെ റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. കണ്ടില്ലേ, വലിയ നല്ല കിടിലൻ കൊമ്പുള്ള മാനുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കലമാൻ എന്നാണോ പറയുക, ഒരു മാൻ നമ്മളിങ്ങനെ പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവന്മാരത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ലെവലിൽ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ മൂപ്പരായിക്കാണ് അങ്ങോട്ട് തന്നെ പോയി. നമുക്കിങ്ങനെ എന്താ പറയുക, നമുക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ കാണാത്ത ഓരോ സാധനങ്ങൾ, നമ്മൾ ഡെയിലി കാണുന്ന സാധനമാണ് വെച്ചാൽ നമുക്ക് അത്ര വിഷയമില്ല. പക്ഷെ നമ്മൾ അത്രയും മാനുകൾ, ഫുൾ മാനുകൾ, നമ്മൾ പോകുന്ന റോഡ് സൈഡ് മുഴുവൻ മാനുകൾ. അപ്പോൾ നമ്മൾ ഉറപ്പിച്ച് ഈ ഭാഗത്തൊന്നും പുലിയും കടുവയൊന്നും ഇല്ലയെന്ന്. കാരണം എത്രത്തോളം മാനുകൾ ഉണ്ടെങ്കിൽ പുലിയും കടുവയും ഈ ഭാഗത്ത് കാണൂലല്ലോ. പൊതുവെ ഈ ഭാഗത്തേക്ക് പുലിയും മാനുകളും ഇല്ല എന്നാണ് കേട്ടത്. ബന്ദിപ്പൂർ റൂട്ടിലാണ് പുലി ഉള്ളത്. മാനുകൾ ഈ റൂട്ടിൽ നല്ലോണ്ട്. മാനുകൾ പൊതുവെ എല്ലാ റൂട്ടിലും ഉണ്ട് എന്നാണ് കേട്ടത്. നമുക്കിങ്ങനെ കാണാൻ പറ്റും നമ്മൾ വിചാരിച്ചില്ല. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ ഒരു ലെവലിൽ എന്താ വെച്ചാൽ ഒരു നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു ലെവലിലാട്ടോ ആ കാട് കിടക്കുന്നത്. എന്ന് വെച്ചാൽ കാട് എന്ന് പറയുമ്പോൾ അത്രയും നീറ്റാട്ടോ. കാരണം ഒരു തുള്ളി പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സാധനം അവിടെ കാണാൻ പറ്റില്ല. അത് ആ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു കഴിവ് തന്നെയാണ് കേട്ടോ. കാരണം വെച്ചാൽ ഒരു തുള്ളി പ്ലാസ്റ്റിക് ഒരു റോഡ് സൈഡ് പോയിട്ട് എവിടെയും കാണാൻ കിട്ടില്ല. അത് അങ്ങോട്ട് കടത്തി വിടൂല പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സാധനം. അത് ആ ഒരു ഗവൺമെൻറ്റിൻ്റെ കഴിവായിട്ട് തന്നെ എടുക്കണം. നമ്മളെ നാട്ടിലത്തെ പോലെയല്ല. നമ്മളെ നാട്ടുകാർ പോകുമ്പോഴും പോലും അവിടെ ഒരു സാധനം ഇടുന്നില്ല പ്ലാസ്റ്റിക്കായിട്ട്.
അതാ ഗവൺമെൻറ്റിൻ്റെ കഴിവ് തന്നെയാണ്. അത്രയ്ക്ക് നീറ്റായിട്ടാണ് ആ റൂട്ട് കിടക്കുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമ്മളെ മുന്നിലും ഇങ്ങനെ വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും പതുക്കെ തന്നെയാട്ടോ പോകുന്നത്. എല്ലാവരും ആസ്വദിച്ച് പോകാന്നുള്ള ലെവലിൽ തന്നെയാണ് പതുക്കെ പോകുന്നത്. കാരണം വെച്ചാൽ പെട്ടെന്ന് പോയിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മളൊരു ട്രിപ്പിന് ഇറങ്ങിയത് ആ പോകുന്ന റൂട്ട് കാര്യങ്ങളും എല്ലാതും ഇങ്ങനെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് വീണ്ടും ഒരു മയിലത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അതും പീലിയുള്ള നല്ല കിടിലൻ മയിൽ കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ മയിലിനെ കണ്ട് ആ മയിലത് അങ്ങനെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോണതിൻ്റെ ഇടയ്ക്ക് പിന്നെയും നമ്മളൊരു ചെക്ക് പോസ്റ്റ് ചാടി. അങ്ങനെ ചെക്ക് പോസ്റ്റ് ചാടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഒരു വെള്ളം നിൽക്കുന്ന കനാല് പോലെ എന്താ പറയുക പുഴയൊക്കെ പോലത്തെ ഒരു സ്ഥലം കണ്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവിടെയൊക്കെ എന്താ പറയുക മാനിനെ ഇതിനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കുറേ മാനിനെ അപ്പുറം കണ്ട് നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവൻ്റെ റൂട്ടിൽ പിന്നെ ഓവർ വണ്ടിയൊന്നുമില്ല. നമ്മൾ ഓപ്പോസിറ്റ് ഇങ്ങനെ വണ്ടി വല്ലാതെ ഒന്നും വരുന്നില്ല. ഇടയ്ക്ക് അവിടെ നിന്നൊക്കെ ഓരോ വണ്ടി വരുന്നുള്ളൂ. അതും ഊട്ടിയിൽ നിന്ന് വരുന്ന വണ്ടിയല്ല. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോയി കണ്ട് റിട്ടേൺ അതേപോലെ വളഞ്ഞു വരുന്ന വണ്ടികളാണ്. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഊട്ടിക്ക് പിന്നെയുണ്ടൊരു 50 കിലോമീറ്റർ കേട്ടോ. ആ ഒരു മസിനഗുഡി റൂട്ടിൽ നമ്മൾ ഊട്ടിക്ക് ഒരു ചുരം കയറി പോകണം. അപ്പോൾ നമ്മൾ അടുത്ത പാർട്ടിൽ ആ വീഡിയോ വരുന്നതാണ്.